ഹലോ ഗൈസ്, ചോറിൻ്റെ കൂടെ അതേപോലെ ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ദെൻ അതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വെളുത്തുള്ളി വറുത്ത് മാറ്റി വെച്ചതിൻ്റെ ശേഷം കുറച്ച് മല്ലിയാണ് ആവശ്യം. മല്ലി വറുത്തെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജീരകം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചുവന്ന മുളകാണ് കേട്ടോ. ചുവന്ന മുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം വറുത്ത് മാറ്റി വെച്ചതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വന്നതിൻ്റെ ശേഷം നമ്മളതിലേക്ക് ഒരു 2 തക്കാളി മുറിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയിട്ട് നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വറക്കുന്ന സമയത്ത് അതിട്ടാലും മതി. അരപ്പ് മാറ്റി വയ്ക്കുക. അതിൻ്റെ ശേഷം നമുക്ക് കടുക് വറക്കാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കടുക്, ദെൻ അതിൻ്റെ ശേഷം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കടലപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം, തോരപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, പൊരികടല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം. ഇന്ത്യയിൽ ഇപ്പം അതൊന്നുമില്ല. ഞാൻ ഉഴുന്നും കുറച്ച് തോരപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ, അത് ഈ കടുവറുത്തയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാകത്തിന് മാത്രം വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അത് ആഡ് ചെയ്യേണ്ടത്. അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആവശ്യത്തിന് വെള്ളം വരും. പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ അത് ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക്. പിന്നീട് ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെയാണ് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഗ്രേവി അടിപൊളിയായി. ഇനി ഇത് ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ.